ബിഗ് ബോസ് മലയാളം സീസൺ 4-ന്റെ വരും ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കും അതിനോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളും കൂട്ടിച്ചേർന്നാണ് സുചിത്ര ഇന്നലെ തീരെ ചീപ്പായ ഒരു പ്രസ്താവന ഇറക്കിയത്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്തെന്നാൽ, ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുത്തവരെ സഹായിക്കാനായി കുറച്ചുപേരെ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുകയുണ്ടായി. അവരുടെ ജോലി തങ്ങളുടെ കണ്ടസ്റ്റന്റിന്റെ ഓപ്പോസിറ്റായി മത്സരിക്കുന്നവരുടെ മുഖത്തും ദേഹത്തും വെള്ളം കോരി ഒഴിച്ച് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നവർക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നതാണ്. നിമിഷ, ജാസ്മിൻ, നവീൻ, ബ്ലെസ്ലി, അശ്വിൻ, അഖിൽ, സൂരജ് എന്നിവരൊക്കെയാണ് ഇതിന് നിന്നത്. ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കോരി ടാസ്കിൽ പങ്കെടുക്കുന്നവരുടെ നേരെ ഒഴിക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായി തന്നെ ചെയ്തെന്നും പറയാം. എന്നാൽ ടാസ്ക് എല്ലാം കഴിഞ്ഞാണ് വിവാദങ്ങൾക്ക് തിരിതെളിയുന്നത്. ആണുങ്ങൾ, അതായത് 2-3 പേരൊഴികെയുള്ള ആണുങ്ങൾ മനുഷ്യത്വം ഇല്ലാതെയാണ് പെരുമാറുന്നതെന്നും ടാസ്കിനിടയിൽ വളരെ മൃഗീയമായ രീതിയിലാണ് വെള്ളം കോരി അടിച്ചതെന്നും സുചിത്ര ഉന്നയിക്കുന്നുണ്ട്. സുചിത്ര ഇത് പരസ്യമായി പറഞ്ഞെങ്കിലും ഇതിനോട് രഹസ്യമായി യോജിച്ചു സംസാരിച്ചവരാണ് ലക്ഷ്മിപ്രിയ, ഡെയ്സി, നിമിഷ എന്നിവരൊക്കെ. അതായത് ടാസ്കിനിടയിൽ ബ്ലെസ്ലി പരിധി വിട്ട് പലരുടെയും ശരീരഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു എന്നതാണ് ആരോപണം. ഇത് തികച്ചും തെറ്റായ അല്ലെങ്കിൽ മോശമായ ഒരു ആരോപണം തന്നെയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു ഗെയിം ആകുമ്പോൾ വെള്ളം കോരി ഒഴിക്കുമ്പോൾ അത് അളന്നു തൂക്കി ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ടാസ്ക് കണ്ട എല്ലാവർക്കും അറിയാം, ബ്ലെസ്ലിയൊക്കെ ഓടി നടന്ന് വളരെ രസകരമായി തന്നെയാണ് വെള്ളം കോരി ഒഴിച്ചതുമൊക്കെ. ടാസ്കിൻ്റെ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നവരുടെ മുഖത്തേക്കാണ് വെള്ളം കോരി അടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജാസ്മിൻ വെള്ളം കോരി അടിക്കുന്നതിനിടയിൽ ധന്യയുടെ മുഖത്തേക്ക് കപ്പ് തെറിച്ചു വന്ന് കൊള്ളുകയും ഒക്കെ ഉള്ള ഒരു സംഭവമുണ്ടായി. അത്യാവശ്യം വെള്ളം കോരി മുഖത്തേക്ക് അടിക്കുന്നത് തന്നെ നല്ല പെയിൻഫുള്ളായ കാര്യമാണ്. അപ്പോൾ കപ്പ് മുഖത്തേക്ക് കൊള്ളുമ്പോൾ നല്ല പെയിൻ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് മുഖത്ത് തന്നെ ഒഴിക്കാതെ ശരീരത്തിലേക്കും ഒഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് വീഴാവൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഒരു ഷോയും അതിനുള്ളിൽ നടക്കുന്ന ടാസ്കുമാകുമ്പോൾ അതിനൊക്കെ പ്രിപ്പയർഡായി തന്നെ വരണം. അതിനിടയിൽ ഇതുപോലുള്ള ഉമൻ കാർഡ് ഇറക്കി കളിക്കുന്നത് തീർത്തും മോശകരമായ കാര്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ നിന്നും ഇങ്ങനെ ഒരു സന്ദേശം പുറത്തേക്ക് വരുന്നതും അത്ര നല്ല കാര്യമല്ല. പ്രത്യേകിച്ചും ഒരാളുടെ ഇമേജിനെ തകർത്തുകൊണ്ട് ഗെയിം കളിക്കുന്ന പ്രവൃത്തിയോട് ഓഷ്യാനിക് മീഡിയയ്ക്കും യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആരോപണമൊക്കെ ആകുമ്പോൾ. ബ്ലെസ്ലിയൊക്കെ വളരെ ഗെയിം സ്പിരിറ്റോട് ഗെയിം കളിച്ച ഒരാളാണ്. ബ്ലെസ്ലിക്കെതിരെ മാത്രമല്ല അശ്വിനെതിരെയും പറയുന്നുണ്ട്. എന്നാൽ ബ്ലെസ്ലിയുമായി മാത്രമാണ് വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് അശ്വിന് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്ന് കരുതിയാണോ എന്നും അറിയില്ല. ബ്ലെസ്ലി ഇതിൽ സുചിത്രയോട് അനാവശ്യം പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സുചിത്ര, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ധന്യയെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ധന്യയ്ക്കിതിൽ പരാതിയൊന്നുമില്ല, ഒരു ഗെയിം സെൻസിൽ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷേ സുചിത്ര ധന്യയെയും കൺവിൻസ് ചെയ്ത് ബ്ലെസ്ലിക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഓഷ്യാനിക് മീഡിയയുടെ ഒബ്സർവേഷനിൽ ഒരു കൂട്ടം സ്ത്രീകൾ, അത് ആരൊക്കെയാണ് എന്ന് പേരെടുത്ത് ഇവിടെ പറയുന്നില്ല, ഇവർ മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട്. ഇത് തികച്ചും തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാം. അതിൽ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ബ്ലെസ്ലി, റോബിൻ, അതുപോലെ അഖിൽ, നവീൻ എന്നിവരൊക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് ഫേമസ് ആയവരുടെ നേരെ ഇങ്ങനെ ഒരു നീക്കം പരസ്യമായി നടത്തുന്നില്ല എന്ന് മാത്രം. ഇതിപ്പോൾ പരസ്യമായിട്ടാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ഈ ഒരു രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും മോശമാണ് എന്ന് പറയാം. ഗെയിമായി തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.